അല്ല അന്നലെ ഇപ്പൊ മീൻ പിടിച്ചാൻ പോയിട്ട് എന്തായി എല്ലാം കിട്ടിയോ? പഴയ മാതിരി ഒന്നും മീൻ കിട്ടണില്ല. മീൻ ഇല്ലെന്നൊക്കെ ഇപ്പൊ ബംഗാളികൾ ബംഗാളികളൊന്നുമല്ല, പൊയ്യിൽ എത്രങ്ങാനും മീൻ ഉണ്ട്. പിടിച്ചാൻ പോയിക്കാണെങ്കിൽ നമ്മക്കും കിട്ടും. അതൊക്കെ നമ്മളൊന്നും കൂട്ടൊന്നുമില്ലല്ലോ. എന്താണ് പോന്റെ വർത്താനം നോക്കാൻ? ഇന്നലെ ഷാഹുലിനോട് ചെയ്ത് വളരെ മോശമായി. എന്റെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ആരോടും ഇല്ല കാര്യം തുറന്നു പറയും. ആരും പേടിയൊന്നുമില്ല. ഇട്ടാണ് ഈ വെട്ടിക്കാച്ചി വെറുതെ അതും പറഞ്ഞു നിൽക്കാതെ. ഞാൻ വെട്ടി. വെട്ടിന് വേറെ വെട്ട് വരും ചേച്ചു. നമ്മളെ ഹക്കീമ് വരുന്നുണ്ടല്ലോ. ഓ, ഈ ചങ്ങായി വരുന്നുണ്ടോ? അവനെ കാണുന്നതിന്റെ ദുസ്സഗുനാണ്. ഓരോരോ വണ്ടിയും വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. അവന്റെ മനസ്സ് കണ്ടില്ലേ? ഇരുന്ന ഹക്കീമേ, ചില മനുഷ്യന്മാരെ മനസ്സിന്റെ വൈകല്യം നമുക്ക് മാറ്റാൻ കഴിയില്ലല്ലോ. ഇത് സമാധാനപ്പെടും ഹക്കീമേ. ഓന് പെട്ടെന്ന് 2 മുറി എന്നുള്ള കണ്ടീഷനാണ്. നമ്മുടെ സാറ് വരുന്നുണ്ടല്ലോ. എന്താ ഹക്കീമേ ഇപ്പൊ വീട്ടിൽ ഇറങ്ങിയണല്ലോ? എന്താ കണ്ണും മുറൊക്കെ വാടിയാണ്? എന്താ ഹക്കീമിനെ പറ്റി? വണ്ടി വരാൻ ഞാൻ പോകും. ആയിക്കോട്ടെ. ശരി. ഓക്കെ. എന്ത് പറ്റി ഹക്കീമേ? എന്ത് പറ്റിയടാ? എന്താ സാറേ, ജനിക്കണ്ടീന തോന്നാണ് ഇപ്പൊ. അതങ്ങനെ പറ്റുന്നില്ല. കൂട്ടുകാരന്മാരുടെ മുന്നിലും പരിഹാസം, ജനങ്ങളുടെ ഇടയിലൊക്കെ. ദൈവം തന്നതല്ലേ. ഹക്കീം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഭിന്നശേഷിയുള്ള ആൾക്കാരെ പലരും രക്ഷിതാക്കള് വിഷമിച്ച് ബുദ്ധിമുട്ടായി. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഇന്ന് സർക്കാർ എന്തെല്ലാം സംവിധാനങ്ങൾ ചെയ്തു തരുന്നുണ്ട്. നടക്കാൻ വാഹനങ്ങള്, സ്കൂട്ടറുകള്, ഇലക്ട്രോണിക് വീൽ ചെയറുകള്, പിന്നെ ഇനി കച്ചവടം എന്തെങ്കിലും വെക്കണമെങ്കിൽ അതിനുള്ള ധനസഹായങ്ങള്. ഇതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 24 ഐറ്റം ഇന്ന് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിവിധ വകുപ്പ് സംവിധാനങ്ങളൊന്നും ഒരു വിഷമവും കരുതണ്ട. സാറേ, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. എല്ലാ സഹായങ്ങളും ഉണ്ട്. പക്ഷെ സമൂഹത്തില് കൂട്ടുകാരന്മാരുടെ ഇടയിൽ ഇന്നും ഒരു വില ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതൊരു സങ്കടം തന്നെയാണ്. ആ സമയത്തൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും, പെട്ടെന്ന് മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും. നിങ്ങളും ഞങ്ങളും എന്നുള്ളൊരു ഇതില്ല. ഞങ്ങളോടൊപ്പം നിങ്ങളും, നിങ്ങളോടൊപ്പം ഞങ്ങളും. ഞാൻ എന്നെ കളിയാക്കിയപ്പോ പോയ ആൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. നിങ്ങൾ കൂടെ ഞാൻ കൂടെ ഉണ്ട്. ഇന്ന് DLSA ഉണ്ട് നിങ്ങളെ കൂടെ. ഒരു ചെലവുമില്ല. മുഴുവൻ കാര്യങ്ങളും അവർ നോക്കിക്കോളും. ഇപ്പോഴും നിങ്ങളെ കൂടെ എപ്പോഴും ഞങ്ങളുണ്ട്. ഞങ്ങളും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും. നിങ്ങളെ ഉറപ്പ് കിട്ടിയാൽ മതി.